ഒരു യഥാർത്ഥ വിപ്ലവകാരിയുടെ ഭാര്യ പട്ടിണി കിടന്ന് മരിക്കും. ഇത് സാക്ഷാൽ കാൾ മാർക്സ് എഴുതിയ പ്രസിദ്ധമായ വരികളാണ്. എന്നാൽ ഇന്ത്യ ചരിത്രത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെയും സമരങ്ങളുടെയും വലിയ കഥകൾക്കിടയിൽ കാണാതെ പോയ ഈ വരികൾ സ്വന്തം ജീവിതം കൊണ്ട് അനുഭവിച്ചു തീർത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇന്ന് പലരും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന വി.ഡി. സവർക്കറുടെ ധർമ്മപത്നി യമുനാഭായ് സവർക്കർ. ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങൾ സവർക്കറെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരുപാട് വാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു രാത്രി പെട്ടെന്ന് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് പട്ടിണിയുടെയും ഭയത്തിന്റെയും അഗാധതയിലേക്ക് തള്ളിയിടപ്പെട്ട ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വസൂരി ബാധിച്ച് സ്വന്തം മകൻ മരുന്നും ഭക്ഷണവും ഇല്ലാതെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അരികിൽ ആശ്വസിപ്പിക്കാൻ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു അമ്മയുടെ വേദന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രാത്രിയുടെ യാമങ്ങളിൽ ചോർന്നൊലിക്കുന്ന ക്ഷേത്രത്തിണ്ണയിൽ ഒറ്റയ്ക്ക് അന്തിയുറങ്ങേണ്ടി വന്ന ഒരു ഗർഭിണിയുടെ ഭയം നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? രക്താർബുദവും കഠിനമായ പോഷകാഹാരക്കുറവും മൂലം ശരീരം തകർന്ന് ഒടുവിൽ സ്വന്തം ഭർത്താവിന് അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ മരണത്തിലേക്ക് യാത്രയായ മായി എന്ന യമുനാഭായിയുടെ ജീവിതം ഒരു സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന ദുരന്തപൂർണമായ കഥയാണ്. വാർത്തകൾക്കും രാഷ്ട്രീയ പോരുകൾക്കുമപ്പുറം ചരിത്രത്തിന്റെ മറവിയിലേക്ക് തള്ളപ്പെട്ട യമുനാഭായ് സവർക്കറുടെ കരൾ അലിയിപ്പിക്കുന്ന ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മഹാരാഷ്ട്രയിലെ ഥാനെ ജില്ലയിലുള്ള ജവാർ എന്ന പ്രദേശത്തെ പ്രമുഖനും സമ്പന്നനുമായിരുന്ന രാമചന്ദ്ര ത്രയംബക്കിന്റെ മകളായിട്ടാണ് യമുനാഭായ് ജനിച്ചത്. ചെറുപ്പത്തിലെ യാതൊരു കുറവുകളും ഇല്ലാതെ വളർന്ന പെൺകുട്ടി. ആളുകൾ സ്നേഹത്തോടെ അവരെ മായി എന്ന് വിളിച്ചു. 1901 ഫെബ്രുവരിയിൽ നാസിക്കിലെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച വിനായക് ദാമോദർ സവർക്കറുമായി അവരുടെ വിവാഹം നടന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സവർക്കറുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ മായിയുടെ പിതാവാണ് സവർക്കറുടെ പൂനെ ഫെർഗൂസൺ കോളേജിലെ പഠന ചിലവുകൾ മുഴുവൻ ഏറ്റെടുത്തത്. ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ സമാധാനപരമായ കുടുംബജീവിതമാണ് മായി ആഗ്രഹിച്ചതെങ്കിലും സവർക്കറുടെ ഉള്ളിൽ കത്തിയമർന്ന സ്വാതന്ത്ര്യജ്വാല മായി തിരിച്ചറിഞ്ഞു. അവർ ഭർത്താവിന്റെ നിഴലായി മാറി. വെറും ഒരു വീട്ടമ്മയായി ഒതുങ്ങാതെ ആത്മനിഷ്ഠ യുവതി സമാജ് എന്ന സംഘടനയിലൂടെ സ്ത്രീകളിൽ ദേശീയബോധം വളർത്താനും വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാനും അവർ മുന്നിട്ടിറങ്ങി. സംഗീതപ്രേമിയായി മായിയായിരുന്നു സവർക്കർ എഴുതിയ ദേശഭക്തി ഗാനങ്ങൾക്കെല്ലാം ആദ്യം ശബ്ദം നൽകിയത്. 1908 സാക്ഷാൽ ബാലഗംഗാധര തിലകൻ അറസ്റ്റിലായ ബർമയിലെ ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ സാമ്പത്തികമായി തകർന്ന തിലകന്റെ കുടുംബത്തെ സഹായിക്കാൻ മായിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ആഭരണങ്ങളും പണവും സമാഹരിച്ചു നൽകി. ഇതിനെല്ലാം അപ്പുറം അന്നത്തെ കഠിനമായ ജാതി വ്യവസ്ഥ നിലനിന്ന കാലത്ത് സവർക്കർ ദത്തെടുത്തൊരു ദളിത് ബാലികയെ സ്വന്തം മകളെപ്പോലെ വീട്ടിൽ കൂടെ നിർത്തി വളർത്താനും മായി മടിച്ചിട്ടില്ല. 1906 ഉപരിപഠനത്തിന് വേണ്ടി സവർക്കർ ലണ്ടനിലേക്ക് പോയതോടെ മായിയുടെ ജീവിതം ദുരന്തങ്ങളുടെ പരമ്പരയായി മാറി. അതേ വർഷം നാസിക്കിൽ ഭീകരമായി വസൂരി പടർന്നു പിടിച്ചു. മായിയുടെയും സവർക്കറുടെയും ആദ്യ മകൻ പ്രഭാകരനും വസൂരി ബാധിച്ചു. സവർക്കറുടെ വിപ്ലവ പ്രവർത്തനങ്ങൾ കാരണം ബ്രിട്ടീഷ് പോലീസിന് ഭയന്ന് അയൽക്കാരോ ബന്ധുക്കളോ ആരും യമുനാഭായിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ഒടുവിൽ ആവശ്യത്തിന് മരുന്നോ പോഷകാഹാരമോ ഒന്നും ലഭിക്കാതെ ആ അമ്മയ്ക്ക് തൻ്റെ പിഞ്ചു മകൻ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വന്നു. മകൻ മരിച്ച് 15 ദിവസത്തിനകം സവർക്കറുടെ ജ്യേഷ്ഠൻ ഗണേഷ് സവർക്കർ അറസ്റ്റിലായി. തൊട്ടു പിന്നാലെ നാസിക് കളക്ടറുടെ വധവുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ വെച്ച് സവർക്കറും അറസ്റ്റിലായി. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വഴി ഫ്രാൻസിലെ മാർസീൽസ് തുറമുഖത്ത് വെച്ച് സവർക്കർ കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും പിടിക്കപ്പെട്ടു. 50 വർഷത്തെ കഠിന തടവിന് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അയക്കും മുമ്പ് സവർക്കറെ കാണാനെത്തിയ മായിക്ക് അനുവദിച്ചത് വെറും 45 മിനിറ്റ് മാത്രമായിരുന്നു. വഴിയിൽ ബ്രിട്ടീഷുകാരെ ഭയന്ന് ആരും അഭയം നൽകാതിരുന്നതിനാൽ ചോർന്നൊലിക്കുന്ന ക്ഷേത്രത്തിണ്ണയിൽ ഗർഭിണിയായി ഒറ്റയ്ക്ക് ഒരു രാത്രി കഴിച്ചുകൂട്ടിയാണ് അവർ നാസിക്കിലെത്തിയത്. അന്ന് വിലാപങ്ങളില്ലാതെ വിലങ്ങണിഞ്ഞ ഭർത്താവിനോട് വിട പറഞ്ഞു മടങ്ങുമ്പോൾ 14 വർഷത്തോളം നീളാൻ പോകുന്ന അതികഠിനമായ വേർപാടിന്റെയും പട്ടിണിയുടെയും നാളുകളിലേക്കാണ് യമുനാഭായ് നടന്നു കയറിയത്. ഇതിനിടെ ജനിച്ച മകൾ ശാലിനിയും ശൈശവദശയിൽ തന്നെ മരണപ്പെട്ടു. 1911 മുതൽ സവർക്കർ ആൻഡമാനിലെ കഠിന തടവറയിലായിരുന്ന കാലയളവിൽ യമുനാഭായ് അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരണാതീതമാണ്. പോലീസിന്റെ നിരന്തര വേട്ടയാടലുകൾ കാരണം ആരും അവരെ സഹായിച്ചില്ല. അവരുടെ വീടും സ്വത്തുക്കളും ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. പല ദിവസങ്ങളിലും ഒരു നേരം പോലും കഴിക്കാൻ ആഹാരമില്ലാതെ അവർ പട്ടിണി കിടന്നു.
സവർക്കർ ജയിലിൽ പീഡനം അനുഭവിക്കുമ്പോൾ താൻ ഉണ്ണുന്നത് തെറ്റാണെന്ന് കരുതി അവർ പലപ്പോഴും ഉപവസിച്ചു. ഈ പട്ടിണിയും പോഷകാഹാരക്കുറവും അവരുടെ ആരോഗ്യത്തെ പൂർണ്ണമായും തകർത്തു. 1924 ആൻഡമാനിൽ നിന്നും രത്നഗിരിയിലെ ജയിലിലേക്ക് മാറ്റിയ ശേഷമാണ് മായിക്ക് സവർക്കറെ കാണാൻ സാധിക്കുന്നത്. 1937 മാത്രമാണ് സവർക്കർക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ അതിനുശേഷവും ആ കുടുംബത്തിന് സമാധാനം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഗാന്ധിവധ കേസിൽ സവർക്കർ ആരോപണ വിധേയനായപ്പോൾ പ്രകോപിതരായി കയ്യിലൊരു വടിയുമായി വീടിന് മുന്നിൽ വന്ന ആൾക്കൂട്ടത്തെ ധീരമായി നേരിട്ട പോരാട്ട വീര്യവും മായിക്കുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട കഠിനമായ പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം ലിംഫോമ അഥവാ രക്താർബുദം ബാധിച്ച് 1963 നവംബർ 8 യമുനാഭായ് അന്തരിച്ചു. ദാദറിലെ ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു അന്ത്യം. അന്ധവിശ്വാസങ്ങൾക്കും മതാചാരങ്ങൾക്കും എതിരായിരുന്ന സവർക്കർ ഭാര്യയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. അനാവശ്യ ചടങ്ങുകളോ വിലാപയാത്രയോ ഒന്നുമില്ലാതെ മൃതദേഹം നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചു. ഭാര്യയുടെ മൃതദേഹം കാണാൻ പോകാതിരുന്ന സവർക്കർ പറഞ്ഞത്, മായിക്ക് ഞാൻ പണ്ടേ വിട നൽകിയതാണ്. അവളുടെ ദുരിതം നിറഞ്ഞ ജീവിതം ശാന്തമായി അവസാനിച്ചു. എനിക്കിനി അവിടെ വന്ന് കരയേണ്ടതില്ല എന്നായിരുന്നു. ലണ്ടനിൽ വെച്ച് ഭാര്യയെ ഓർത്ത് സവർക്കർ എഴുതിയ കമല എന്ന പ്രശസ്ത കാവ്യത്തിലെ നായിക യമുനാഭായ് തന്നെയായിരുന്നു. ഭാര്യയുടെ വേർപാടോടെ മാനസികമായി തളർന്ന സവർക്കർ 3 വർഷങ്ങൾക്ക് ശേഷം ഭക്ഷണവും മരുന്നുകളും ഉപേക്ഷിച്ച് ആത്മഹത്യ അഥവാ ആത്മാർപ്പൺ എന്ന സലേഖന വ്രതത്തിലൂടെ 1966 ഫെബ്രുവരി 26 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും മതാചാരങ്ങളില്ലാതെ ഇലക്ട്രിക് ശ്മശാനത്തിലാണ് ദഹിപ്പിച്ചത്. ചരിത്രത്തിലെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും ട്രോളുകൾക്കും എല്ലാം അപ്പുറം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വന്ന, സ്വത്തുക്കൾ നഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന, രോഗം വന്ന് മരിച്ചുപോയ ഒരു കുടുംബത്തിന്റെ ത്യാഗത്തിന്റെ കഥ കൂടിയാണിത്. നിങ്ങൾക്ക് സവർക്കറുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ വിയോജിക്കാം, എന്തു വേണമെങ്കിലും ആകാം. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട യമുനാഭായ് എന്ന സ്ത്രീ സഹിച്ച ദുരിതങ്ങൾ അത് തള്ളിക്കളയാൻ ഏതൊരു നിഷ്പക്ഷ ചരിത്രാന്വേഷിക്കും സാധിക്കില്ല. യമുനാഭായിയുടെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.